അനു ആൻഡ് കുമാർ അസോസിയേറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങളുടെ പുതിയ റെസിഡൻഷ്യൽ പ്രൊജക്റ്റാണ്. ഇത് പെരുമണ്ണ വെള്ളായിക്കോട് റോഡിലാണ് ഈ പ്രൊജക്റ്റ്. ഇത് നമ്മൾ അശ്വതി, അരുൺരാജ് എന്നിവരുടെ പ്രൊജക്റ്റാണ്. അശ്വതി ഗുരുവായൂരപ്പൻ കോളേജിലെ പ്രൊഫസറാണ്. അരുൺരാജ് +2 അധ്യാപകനാണ്. ഇത് നാച്ചുറൽ ഇഷ്ടിക നമ്മുടെ കേരളത്തിലല്ല, ഇത് ഇമ്പോർട്ട് ചെയ്ത ഇഷ്ടികയാണ്. ഇത് നമ്മുടെ കേരളത്തിൽ നിന്ന് സാധാരണ കിട്ടുന്ന ഇഷ്ടികയ്ക്ക് 6 രൂപ 7 രൂപ വരിക. ഇതിന് നമുക്കൊരു 1 പീസിന് 20 റുപ്പീസ് വരും. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് കളർ ഷെയ്ഡ് വരില്ല, ക്രാക്ക് വരില്ല. നമ്മുടെ ഇവിടുത്തെ ഇഷ്ടികയ്ക്ക് ഒരു വെള്ള പൊടിമാരി കുറച്ച് കഴിഞ്ഞാൽ വരും. പക്ഷെ അതൊന്നും ഈ ടൈലിൽ വരില്ല. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഈ മാസ്റ്റർ ബെഡ്റൂമിലും നമ്മൾ ചെയ്തത് പ്ലൈവുഡ് WPC 2 മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ്. അതായത് നമ്മൾ ഈ ചുമരിനോട് ചേർന്ന ഈ ഭാഗം മുഴുവൻ WPC, പിന്നെ ഇത് അപ്പോൾസ്റ്ററി വർക്കാണ് ഈ ചെയ്തത്. കാരണം അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ പുറകെ ചെയ്തത് നമ്മൾ സിമന്റ് ടെക്സ്ചറാണ്, അതിനെ ഗ്ലൂ ആയിട്ടാണ് ഇത് ചെയ്തത്. പിന്നീട് സീലിങ്ങിലും അതേമാതിരി തന്നെ നമ്മൾ കോസ്റ്റ് കൂട്ടാതിരിക്കാൻ വേണ്ടി ജിപ്സം കൂടെ മാത്രമാണ് ചെയ്തത്. വാഷ് ബേസിൻ്റെ ഏരിയയിൽ സാധാരണ ടെക്സ്ചർ പെയിന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് പക്ക പ്ലെയിൻ ആയിട്ടാണ് ചെയ്തത്, അധികം വർക്ക് വേണ്ട എന്നുള്ള രീതിയിൽ. ഇത് കിഡ്സ് റൂമാണ്. ഇതിൽ 2 കളറാണ് മെയിനായിട്ട് തീം കൊടുത്തത്. പിന്നീട് സീലിങ്ങിൽ കുറച്ച് വെനീർ ടച്ച് ചെയ്തിട്ടുണ്ട്, പ്ലൈവുഡിൽ വെനീർ. ഷെൽഫ് ആൻഡ് സ്റ്റഡി ഏരിയ ആണ്. ഇത് ഞങ്ങൾ ചെയ്തത് വെനീറിലല്ല, പക്ക മൈക്കയിലാണ്. വെനീറാകുമ്പോൾ നമുക്ക് പോളിഷ് ചെയ്യാനും മറ്റും റേറ്റ് കുറച്ച് കൂടും. അതുകൊണ്ട് ഞങ്ങൾ വെനീർ ടച്ച് മൈക്കയിലാണ് ഈ ലൈബ്രറിയും പിന്നെ ഈ സ്റ്റഡി ഏരിയയും സെറ്റ് ചെയ്തത്. ഇത് ഗസ്റ്റ് റൂമാണ്. ഇത് പ്രത്യേകിച്ചിട്ട് അങ്ങനെ ഓവർ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. കർട്ടനും പിന്നെ അതുപോലെ തന്നെ ഈ ചുമരിനോട് ചേർന്നുള്ള ഭാഗം WPC ഷീറ്റിലും ബാക്കിയുള്ള പ്ലൈവുഡിലാണ് ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത്. ഞങ്ങളുടെ ഈ ഒരു വീട് സ്വസ്തി ഇത്രയും മനോഹരമായിട്ട് നമുക്ക് ഒരുക്കി തന്നത് അനു ആൻഡ് കുമാർ അസോസിയേറ്റ്സ് ആണ്. വളരെ മനോഹരമായിട്ടുള്ള വർക്ക്സൊക്കെ കണ്ട് ഇൻട്രസ്റ്റ് ആയിട്ടാണ് അവരെ കോണ്ടാക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഒരു വർക്കിൽ അവർ ജോയിൻ ചെയ്യുന്നത്. തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു, അല്ലാതെ വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അതെങ്ങനെയാണ് ഇതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ ഇതിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഓരോ ചെറിയ കാര്യങ്ങൾക്ക് വലിയ കാര്യം വരെ നമ്മളുടെ സജഷൻസ് ചോദിച്ചുകൊണ്ട് തന്നെ അവരുടേതായ ഐഡിയാസ് എല്ലാം പറഞ്ഞുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസിലൂടെ വളരെ മനോഹരമായിട്ട് തന്നെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. വളരെ സാറ്റിസ്ഫൈഡ് ആണ്.